അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. വെൽക്കം ടു എജു തൻസീൽ തിയോളജിക്കൽ ഈ സ്കൂൾ. എജു തൻസീലിലെ ഇഹ്സാൻ ഗ്രാൻഡ് ക്വിസിൻ്റെ സീസൺ 2 ഏവർക്കും സ്വാഗതം. നമ്മളിപ്പോൾ റമദാനിൻ്റെ ധന്യമായ ദിവസങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത്. ഈ പുണ്യമായ ദിവസങ്ങൾ അറിവ് നേടുക എന്ന ലക്ഷ്യത്തോടെ നമ്മളിപ്പോൾ എജു തൻസീലിൻ്റെ ഒരു യാത്രയിലാണ്. നാം എല്ലാവരും ഇസ്ലാമിക ചരിത്രത്തിൽ കേട്ട ഒരു വാക്കാണ് ആമുൽ ഫീൽ, അതായത് ആനക്കലഹം എന്നുള്ളത്. ഈ ആനക്കലഹം എന്ന വിഷയത്തെ ആസ്പദമാക്കിയാണ് ഞാൻ ഇന്നിവിടെ സംസാരിക്കുന്നത്. ഈ ആനക്കലഹം എന്നുള്ള ചരിത്രം പറയുന്നതും നമുക്ക് ആദ്യം പരിശുദ്ധ കാബയുടെ പവിത്രതയെക്കുറിച്ച് പറയാം. പരിശുദ്ധമായ കാബാലയം മലക്കുകൾ മുഖേന ആദം നബി അലൈഹിസ്സലാം പുനർനിർമ്മിക്കുകയും ആദം നബി അലൈഹിസ്സലാമിന് ശേഷം നൂഹ് നബി അലൈഹിസ്സലാം പുനർനിർമ്മിക്കുകയും നൂഹ് നബി അലൈഹിസ്സലാമിന് ശേഷം ഇപ്പോൾ നമ്മൾ കാണുന്ന പരിശുദ്ധമായ കാബാലയം ഇബ്രാഹിം നബി അലൈഹിസ്സലാം തൻ്റെ മകൻ ഇസ്മായിൽ നബി അലൈഹിസ്സലാം പുനർനിർമ്മിക്കുകയും ചെയ്തു. ഈ പരിശുദ്ധമായ കാബ നൂറ്റാണ്ടുകളുടെ അറബികളുടെയും ലോകമെമ്പാടുമുള്ള വിശ്വാസികളുടെയും ആശ്വാസ കേന്ദ്രമായിരുന്നു. വിശുദ്ധ ഖുർആനിൽ ആൽ ഇംറാൻ സൂറത്തിൽ പരിശുദ്ധമായ കാബയുടെ പ്രാധാന്യത്തെക്കുറിച്ചൊരു ആയത്ത് പറയുന്നു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഇന്ന അവ്വല ബൈത്തിൻ വുളിഅ ലിന്നാസി ലല്ലദീ ബിബക്കത മുബാറകൻ വഹുദൽ ലിൽ ആലമീൻ. മനുഷ്യർക്കായി സ്ഥാപിക്കപ്പെട്ട ആദ്യത്തെ ആരാധനാലയം മക്കയിലുള്ളതാണ്. അത് അനുഗ്രഹീതവും ലോകങ്ങൾക്ക് മാർഗദർശനവുമാണ് എന്നാണ് ഈ ആയത്തിൻ്റെ അർത്ഥം പറയുന്നത്. ഈ പരിശുദ്ധമായ മന്ദിരത്തെ പല കാലങ്ങളിലായി പലരും തകർക്കാൻ നോക്കിയിട്ടുണ്ട്. എന്നാൽ അള്ളാഹുവിൻ്റെ സംരക്ഷണം എന്നും ഈ പരിശുദ്ധമായ കാബക്ക് മുകളിൽ ഉണ്ടായിരുന്നു. ഇങ്ങനെയുള്ളൊരു ഇസ്ലാം ചരിത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാബ തകർക്കാമെന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചരിത്രമാണ് ആമുൽ ഫീൽ, അതായത് ആനക്കലഹം എന്നുള്ളത്. യമനിലെ അക്സുമൈറ്റ് എന്ന സാമ്രാജ്യത്തിൻ്റെ ഭരണാധികാരിയായ അബ്രഹത്ത് എന്ന രാജാവായിരുന്നു ഈ സംഭവത്തിലെ പ്രധാനപ്പെട്ട വില്ലൻ. മക്കയിലേക്ക് അറബികളുടെ തീർത്ഥാടനം തടയണമെന്നും തൻ്റെ ദേശത്തേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കണമെന്നും അദ്ദേഹം കൽപ്പിച്ചു. ഇതിനായി അദ്ദേഹം സെനായിൽ ഹുല്ലൈസ് എന്ന ഒരു അതിമനോഹരമായ ഒരു ക്രിസ്തീയ ദേവാലയം പണിയുകയും ചെയ്തു. എന്നാലാണെങ്കിലും അറബികളുടെ കാബയോടുള്ള സ്നേഹം അങ്ങേയറ്റമായിരുന്നു. എന്നാൽ അറബികൾ അതിൽ നിന്ന് പിന്മാറിയില്ല. ഇത് കണ്ട് ക്ഷുഭിതനായ അബ്രഹത്ത് കാബ തകർക്കണമെന്ന ലക്ഷ്യത്തോടെയാണ് പിന്നീട് അങ്ങോട്ട് നടന്നത്. തൻ്റെ ശബ്ദം നിറവേറ്റുന്നതിനായി ഒരു കൂറ്റൻ സൈന്യത്തെ അബ്രഹത്ത് സജ്ജമാക്കി. 10,000-കണക്കിന് സൈനികരും 10,000-കണക്കിന് ഒട്ടകങ്ങളും ഇതിൽ ഉൾപ്പെട്ടിരുന്നു. എന്നാൽ ഈ സൈന്യത്തെ സവിശേഷമാക്കിയത് ആനകളായിരുന്നു. അറബികൾക്ക് പരിചയമില്ലാത്ത ഈ വലിയ മൃഗങ്ങളെ കണ്ട് അവർ പോലും ഭയച്ചിരുന്നു. ഈ ആനകളിൽ നിന്ന് അബ്രഹത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആനയാണ് മഹ്മൂദ്. അങ്ങനെ മക്ക ലക്ഷ്യമാക്കി നീങ്ങിയ ആ സൈന്യത്തെ വഴിമധ്യയിൽ വെച്ച് പല ഗോത്രങ്ങളും തടയാൻ ശ്രമിച്ചെങ്കിലും അബ്രഹത്തിന്റെ ആ കൂറ്റൻ സൈന്യത്തിനു മുന്നിൽ അവർ കീഴടങ്ങുകയായിരുന്നു. അങ്ങനെ മക്കയുടെ കവാടത്തിലെത്തിയ അബ്രഹത്തും കൂട്ടരും അവിടെയുള്ള നഗരവാസികളുടെ സ്വത്തുകളെല്ലാം പിടിച്ചെടുത്തു. അതിൽ അബ്ദുൽ മുത്തലിബ്, നമ്മുടെ പ്രവാചകനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പിതാമഹന്റെ 200 ഒട്ടകങ്ങളും അതിൽ പിടിച്ചെടുത്തിരുന്നു. അങ്ങനെ അബ്ദുൽ മുത്തലിബ് അബ്രഹത്തിനെ കാണാൻ ചെന്നു. അബ്ദുൽ മുത്തലിബിന്റെ വ്യക്തിപ്രഭാവത്തെ കണ്ട് അബ്രഹത്ത് അത്ഭുതപ്പെട്ടു. അങ്ങനെ അബ്ദുൽ മുത്തലിബിന്റെ വരവിൽ അബ്രഹത്ത് ഉദ്ദേശിച്ചത് എന്തായിരുന്നു? കാബയെ തകർക്കരുതെന്ന ഉദ്ദേശത്തോടെയായിരുന്നു വരുന്നത് എന്നായിരുന്നു. എന്നാൽ മറ്റൊന്നാണ് അവിടെ സംഭവിച്ചത്. അബ്ദുൽ മുത്തലിബ് തൻ്റെ 200 ഒട്ടകങ്ങൾ വിട്ടു നൽകണം എന്നായിരുന്നു അബ്രഹത്തിനോട് കൽപ്പിച്ചത്. അബ്രഹത്ത് പരിഹസത്തോടെ ചോദിച്ചു, നിങ്ങളുടെ പവിത്രമായ കാബാലയം പൊളിക്കാൻ വന്നതല്ലേ ഞാൻ, എന്നിട്ട് താങ്കൾ എന്താണ് തൻ്റെ ഒട്ടകങ്ങളെ വിട്ടു നൽകാൻ പറയുന്നത്? ഇപ്പോൾ ഒരു ശാന്തനായ നിലയിൽ അബ്ദുൽ മുത്തലിബ് മറുപടി നൽകി, ഞാൻ എൻ്റെ 200 ഒട്ടകങ്ങളുടെ ഉടമസ്ഥനാണ്, ഞാൻ അതാണ് നിങ്ങളോട് ചോദിക്കുന്നത്. ആ പരിശുദ്ധമായ കാബയ്ക്ക് മറ്റൊരു അവകാശിയുണ്ട്, ആ അവകാശി അത് സുരക്ഷിക്കുകയും ചെയ്യും എന്നും പറഞ്ഞുകൊണ്ട് അബ്ദുൽ മുത്തലിബ് അബ്രഹത്തിൽ നിന്ന് മടങ്ങിപ്പോയി. അങ്ങനെ സൈന്യം മക്കയിലേക്ക് പ്രവേശിക്കുമ്പോൾ ഒരു അപ്രതീക്ഷിതമായ സംഭവം അവിടെ ഉണ്ടായി. അബ്രഹയുടെ പ്രധാന ശക്തിയായ മഹ്മൂദ് എന്ന ആ ആന മക്കയിലേക്കുള്ള പാതയിൽ നിന്ന് വിസമ്മതിച്ചു. മറ്റു ദിശകളിലേക്കാണെങ്കിൽ ഓടുകയും ചെയ്യുന്നു. അങ്ങനെ പെട്ടെന്നാണ് ആകാശങ്ങളിൽ നിന്ന് അബാബിൽ എന്ന കറുത്ത പക്ഷികളുടെ കൊക്കുകളിലും കാലുകളിലും കളിമണ്ണ് കൊണ്ട് നിർമ്മിച്ച ചുട്ടുപഴുത്ത കല്ലുകളുമായി വരുന്നത്. ആ പക്ഷികൾ ഓരോ സൈന്യത്തിൻ്റെ മുകളിലേക്കും ആ ചുട്ടുപഴുത്ത കല്ലുകൾ വർഷിച്ചു കൊണ്ടിരുന്നു. ആ ചുട്ടുപഴുത്ത കല്ലുകൾ കൊള്ളുന്ന സൈനികന് വളരെ മാരകമായ മുറിവുകളും ഉണ്ടായി. അങ്ങനെ
സൈന്യങ്ങളെല്ലാം തിരിഞ്ഞ് ഭയന്നോടുകയും ചെയ്തു. അതിൽ കുറേ അധികം സൈന്യങ്ങളും ആ ആനപ്പടയും തകർന്നു വീഴുകയാണ് ചെയ്തത്. ഇവിടെയാണ് വിശുദ്ധ ഖുർആൻ ഈ സംഭവത്തെക്കുറിച്ച് വിശേഷിപ്പിക്കുന്നത്. ഫജഅലഹും കഅസ്ഫിൻ മഅ്കൂൽ, തിന്നൊടുക്കപ്പെട്ട വൈക്കോൽ തുരുമ്പ് പോലെയെന്ന്. ഇങ്ങനെ അബ്രഹത്തും തൻ്റെ ഗുരുതരമായ പരിക്കേറ്റ സൈന്യങ്ങളും യമനിലേക്ക് തിരിച്ചു പോകുമ്പോൾ വഴിമധ്യേ വെച്ച് അവരും കൊല്ലപ്പെടുകയും ചെയ്തു. ഈ അവിശ്വസനീയമായ സംഭവം അറബികൾക്ക് ഒരു വലിയ അടയാളമായിരുന്നു. അവർ ഈ വർഷത്തെ ആമുൽ ഫിൽ, അതായത് ആനക്കലഹം എന്നാണ് അവർ വിശേഷിപ്പിക്കുന്നത്. മക്കയുടെയും കഅബയുടെയും പവിത്രത ഒരിക്കൽ കൂടി ലോകത്തിനു മുമ്പിൽ തെളിയിക്കപ്പെട്ടു. ഖുറൈശികൾക്ക് അല്ലാഹു സുബ്ഹാനഹു തആല നൽകിയ ഏറ്റവും വലിയ അനുഗ്രഹമായി ഈ സംഭവം ചരിത്രത്തിൽ രേഖപ്പെടുത്തുകയും ചെയ്തു. ഈ വിസ്മയകരമായ സംഭവത്തിന് ശേഷം ഈ ലോകത്തേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കടന്നുവരവ് കഅബയിലെ വിഗ്രഹ ആരാധനയിൽ നിന്നും ശത്രുക്കളിൽ നിന്നും അല്ലാഹു തആല സംരക്ഷിച്ചു. തൻ്റെ അവസാന ദൂതന്റെ ജനനത്തിനായി അല്ലാഹു തആല ഈ ലോകത്തെ വിശുദ്ധമാക്കി മാറ്റി. ആനപ്പടയുടെ സംഭവം വിശ്വാസികൾക്ക് നൽകുന്ന ഒരു വലിയ പാഠം തന്നെയാണ്, ഒരു വലിയ പാഠം തന്നെയാണ്. അല്ലാഹുവിന്റെ കൽപ്പനക്ക് മുകളിൽ അവർക്ക് വിജയിക്കാൻ കഴിയില്ല എന്നാണ്. കഅബ ഇന്നും ലോകത്തിന്റെ ഹൃദയമായി നിലകൊള്ളുന്ന ഒരു പ്രധാന സ്ഥലമാണ്. അങ്ങനെ അബ്രഹത്തും തൻ്റെ കൂറ്റങ്ങൾ സൈന്യങ്ങളും എന്തായി ചരിത്രത്തിന്റെ ചവറ്റുകുട്ടുകളിലേക്ക് മാറുകയായിരുന്നു. ഇങ്ങനെ ഈ സംഭവത്തെ വിശേഷിപ്പിച്ച് ഖുർആനിൽ തന്നെ ഒരു സൂറത്ത് ഇറങ്ങി, സൂറത്തുൽ ഫീൽ. ഈ ചരിത്രത്തിനെ എന്നെന്നും ഓർമ്മിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സൂറത്താണ് സൂറത്തുൽ ഫീൽ. ഇത്രയും വലിയ സംഭവമാണ് അന്ന് കഅബ പൊളിക്കാൻ വന്നപ്പോൾ അബ്രഹത്തിനും തൻ്റെ സൈന്യത്തിനും ഉണ്ടായത്. അള്ളാഹുവിൻ്റെ കൽപ്പനക്ക് മുകളിൽ മറ്റൊന്നുമില്ല എന്നുള്ളത് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഇൻഷാ അല്ലാഹ് നമുക്ക് വീണ്ടും ഇസ്ലാമിക ചരിത്രവുമായി വീണ്ടും ഇൻഷാ അല്ലാഹ് കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.